നമസ്കാരം. ഓണവും തട്ടമിട്ട പെൺകുട്ടികളുടെ ഡാൻസും. സാധാരണയായിട്ട് ഓണം വരുമ്പോഴേക്കും ഒരുപാട് മതപണ്ഡിതരായിട്ടുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഓണം മറ്റ് മതസ്ഥർ ആഘോഷിക്കാൻ പാടില്ല, അത് ഹിന്ദുക്കളുടെ മാത്രമുള്ള ആഘോഷമാണ്. പക്ഷേ ന്യൂ ജനറേഷൻ അതൊന്നും കേൾക്കാറില്ല. കാരണം കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, വളർന്നു വരുന്ന പുതിയ തലമുറയായിക്കോട്ടെ, അവർക്കൊക്കെ എല്ലാ ആഘോഷങ്ങളും ഒരുപോലെയാണ്. അതിപ്പോ ഓണമായാലും ക്രിസ്മസ് ആയാലും നബിദിനമായാലും പെരുന്നാളായാലും എല്ലാ ആഘോഷങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ഇപ്പൊ കോളേജിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, അങ്ങനെ പല പരിപാടികൾ അവർ ചെയ്യും. മറ്റുള്ളവര് അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആരും വലിയ കാര്യമാക്കാറില്ല. അപ്പോ തട്ടമിട്ട പെൺകുട്ടികൾ ഡാൻസ് കളിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഓണം പോലെയുള്ള ആഘോഷ സമയത്ത് ഡാൻസ് കളിക്കാൻ പാടുണ്ടോ എന്നുള്ളത് വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചർച്ചകൾക്കൊക്കെ തിരികൊളുത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന പുള്ളിക്കാരി മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലെ മുബീന. അപ്പൊ പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ വലിയ വൈറലായി, വലിയ കോൺട്രവേഴ്സി ആയി, ഒരുപാട് ആൾക്കാർ അതിനെ കുറിച്ച് പ്രതികരിച്ചു. അപ്പൊ ആ വീഡിയോ എന്താന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിങ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റേതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി, വിവാദമായി എന്ന് തന്നെ പറയാം. ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചു. കൂടുതലും പെൺകുട്ടികളാണ് പ്രതികരിച്ചത്. അതിൽ ഭൂരിഭാഗവും ആരാണ്? മുസ്ലിം പെൺകുട്ടികളാണ് പ്രതികരിച്ചത്. അത് ഹിജാബ് ഇട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ മതവിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് തങ്ങളുടെ പാഷന് എതിരല്ല, അല്ലെന്നുണ്ടെങ്കിൽ തങ്ങളുടെ പാഷൻ ഒരു ഹിൻഡ്രൻസ് അല്ല എന്നാണ് ആ പറഞ്ഞ പെൺകുട്ടികളൊക്കെ തന്നെ സംസാരിച്ചത്. മുബീന എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരി വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് കുറെ പരസ്യങ്ങൾ ചെയ്യുമായിരുന്നു, നൃത്തം ചെയ്യുമായിരുന്നു, ഡാൻസ് കളിക്കുമായിരുന്നു, അങ്ങനെ എല്ലാ രീതിയിലുള്ള റീലും പങ്കുവെക്കുമായിരുന്നു. ഓക്കെ, പുള്ളിക്കാരി എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുൾ കവേർഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെയായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മുബീന. പക്ഷേ ഒരു വർഷം കൊണ്ട് പുള്ളിക്കാരി കംപ്ലീറ്റ്ലി പുള്ളിക്കാരിയുടെ മതത്തിന്റെ ആ ഒരു പാതയിലാണ്. പുള്ളിക്കാരി ടോട്ടലി മതപരമായ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയുകയും സംസാരിക്കുകയും അതെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണെന്നാണ് പുള്ളിക്കാരി ഇപ്പൊ പറയുന്നത്, അവകാശപ്പെടുന്നത്. പുള്ളിക്കാരിയുടെ വസ്ത്രധാരണത്തിൽ അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരിയുടെ ചോയ്സ് ആണ്, കംപ്ലീറ്റ്ലി പുള്ളിക്കാരിയുടെ ചോയ്സ് ആണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പുള്ളിക്കാരി ഇവിടെ കംപ്ലീറ്റ്ലി തട്ടമിട്ട പെൺകുട്ടികൾ ആരും തന്നെ ഡാൻസ് കളിക്കാൻ പാടില്ല, തട്ടം ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ തട്ടം ഊരി മാറ്റി വെക്കണം എന്ന് പറയുന്നത് ശരിയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മതം എന്ന് പറയുന്നത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മനുഷ്യന്മാരെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോ മതങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനും ഹിൻഡ്രൻസ് അല്ല. നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ നമ്മുടെ നല്ല ജീവിതത്തിന്, നമ്മുടെ എൻജോയ്മെന്റിനൊന്നും തന്നെ മതം ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള രീതികളുണ്ട്. അവരവരുടെ വിശ്വാസത്തെ ഫോളോ ചെയ്യാൻ അവരവരുടേതായിട്ടുള്ള രീതികളുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും, ഇപ്പോൾ ഹിന്ദുയിസത്തിലായിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റിയിലായിക്കോട്ടെ, ഇസ്ലാമിലായിക്കോട്ടെ, എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇന്ന രീതിയിലേ ഇത് ചെയ്യാവൂ എന്നുള്ള കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതേ രീതിയിലല്ല ഓരോ വ്യക്തികളും ഫോളോ ചെയ്തു പോകുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പം ഹിന്ദുക്കൾ തന്നെ ഒരു പൂജ നടത്തുകയോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചെയ്യുകയോ ചെയ്യുന്നത് ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തരും ചെയ്യുന്നത്.
അതേപോലെ തന്നെ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്, നമ്മുടെ പാഷൻ അനുസരിച്ച്, നമ്മുടെ ജീവിത നിലവാരത്തിനും ചുറ്റുപാടുകൾക്കും അനുസരിച്ച്, അത് ഒപ്പം തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഒരു പെൺകുട്ടി അങ്ങനെ കളിക്കുമ്പോൾ, അതുപോലെ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ തട്ട് ഊരി വെച്ചിട്ട് ചെയ്തോ എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണ്? അതെന്ത് ഇതാണ്? മുബീന എന്ന് പറയുന്ന വ്യക്തിക്ക് മുബീനേതായിട്ടുള്ള മുഴുവൻ സ്വാതന്ത്ര്യമുണ്ട്. ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതിന് മുമ്പ് പുള്ളിക്കാരി അങ്ങനെ ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെ കംപ്ലീറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതും മുഖം മറയ്ക്കാതെ വന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇതിനു മുമ്പ് ചെയ്തിരുന്നു, ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, ഇപ്പൊ ഞാൻ ടോട്ടലി ഇതാണ്. അത് അവരുടെ ചോയ്സ് ആണ്. അവർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന സമയത്ത്, അവർക്ക് ചെയ്യണമെന്ന് ഇഷ്ടം ഉണ്ടായിരുന്ന സമയത്ത് അവരത് ചെയ്തിരുന്നു. ഇപ്പൊ അവര് വേണ്ട, എനിക്ക് ഇതിനോട് താല്പര്യമില്ല, ഞാൻ കംപ്ലീറ്റ്ലി എന്റെ മതപരമായ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുന്നുള്ളൂ എന്ന് അവരുടെ മനസ്സ് സ്വിച്ച് ചെയ്തപ്പോൾ അവർ ആ ഒരു ചോയ്സ് എടുത്തു. അവർക്ക് അതിന്റെ ചോയ്സ് ഉണ്ടായിരുന്നു. അവര് ചോയ്സ് എടുക്കാൻ തയ്യാറായി. അവരുടെ ചോയ്സിനനുസരിച്ചിട്ടാണ് അവർ ജീവിച്ചത്. അപ്പൊ മറ്റുള്ളവർക്കും അവരവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്. കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട്, മനുഷ്യന്മാരുടെ ചിന്താഗതികൾ മാറുന്നതിനനുസരിച്ച്, ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളും ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത നിലവാരത്തിലും ഒക്കെ കാണും. അത് വിശ്വാസത്തിലും പ്രതിഫലിക്കും. വിശ്വാസം എന്ന് പറയുന്നത് ഒന്നിന് തടസ്സമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവർ ഫോളോ ചെയ്യും, അവര് അതിനനുസരിച്ച് പോകും. ഇപ്പം നമുക്കൊരാളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് വിമർശിക്കാം. പക്ഷേ തട്ടമിട്ട് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു പെൺകുട്ടികളും അങ്ങനെ കാണിക്കാൻ പാടില്ല, തട്ട ഊരി വെച്ച്, അത് അയാളുടെ ഐഡന്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പം എല്ലാവരും ഒരേപോലെയാണോ തട്ട് വിടുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണോ കുറി വരയ്ക്കുന്നത്? ഓരോത്തിനും അവരവരുടേതായിട്ടുള്ള ശൈലികളുണ്ട്, അവരവരുടേതായിട്ടുള്ള രീതികളുണ്ട്. ആ രീതി ഫോളോ ചെയ്യാൻ ഈ ഒരു നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ അത്രയും ഫോക്കസ്ഡ് അല്ല. ഈ നൂറ്റാണ്ടിനനുസരിച്ച് ഈ നൂറ്റാണ്ടിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിത നിലവാരം പുലർത്തിക്കൊണ്ട് പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരി, മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റ് എന്ന് വിലയിരുത്താൻ ഒരാൾക്കും അവകാശമില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള രീതികൾ കാണും. എനിക്ക് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും എൻ്റെതായിട്ടുള്ള രീതികൾ കാണും. സോഡു മുബീനയ്ക്കും ഉണ്ട്. അതേപോലെ മറ്റു പെൺകുട്ടികൾക്കും ഉണ്ട്. അവരവരുടെ പാഷൻ ഫോളോ ചെയ്യാനും ആഗ്രഹങ്ങൾക്കൊപ്പം ഡാൻസ് കളിക്കാനും ഇത് ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട്. അവർക്കും ചോയ്സ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ നാളെ അത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് ഷിഫ്റ്റ് ചെയ്തോളും. ഇനി ഈ പറയുന്ന പുള്ളിക്കാരി തന്നെ പറയുന്ന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരു കാര്യം പറഞ്ഞ് അതേപോലെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇവരിട്ട വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ബെസ്റ്റ് റിവെഞ്ച് എന്താണെന്നറിയോ? സ്റ്റോപ്പ് റിയാക്ടിങ്. നിന്നെ ദേഷ്യപ്പെടുത്തുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നോ? ഡോണ്ട് റിയാക്ട്. നിന്നെ കളിയാക്കുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ മോശമാക്കുന്നുണ്ടല്ലേ? ഡോണ്ട് റിയാക്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ നിന്നാൽ യു ബിക്കം വീക്ക് ആൻഡ് ദേ ബിക്കം സ്ട്രോങ്. ലെറ്റ് ദം സ്പീക്ക്, ലെറ്റ് ദം ജഡ്ജ് യു. അവർ നിന്നെ വീഴ്ത്താൻ എറിയുന്ന ഓരോ കല്ലുകളും സൂക്ഷിച്ച് വെക്കുക. ആൻഡ് ബിൽഡ് എ സ്ട്രോങ് പാത്ത് ഫോർ യുവർ സക്സസ്. ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഫോർ യൂസ്ലെസ് പീപ്പിൾ. യൂസ് ഇറ്റ് ഫോർ യുവർ സക്സസ്. ഒന്നിനോട് റിയാക്ട് ചെയ്യാൻ പാടില്ല, മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന ഇവർ തന്നെ എപ്പോഴും റിയാക്ഷനാണ്. എപ്പോഴും റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അതായത് ഇവര് ചെയ്തു വരുന്നത്, ഇവര് ചെയ്യുന്നതിൽ തെറ്റില്ല, ഇവര് മതം ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവരെപ്പോഴും അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, ഞാൻ ഫോളോ ചെയ്യുന്നത് രീതികളാണ് ശരി, ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയിലൂടെ മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിലാണ് പുള്ളിക്കാരിയെ പ്രസന്റ് ചെയ്യുന്നത്. അത് തെറ്റാണ്. നമുക്ക് പറയാം, ഇപ്പം മതപരമായ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം, അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കാം, എല്ലാം ചെയ്യാം, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്ത്രീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമോ അധികാരമോ നമുക്ക് ആർക്കും ഇല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ വിമർശിക്കും. അത് മനസ്സിലാക്കുക.